നമസ്കാരം. എൻ്റെ സിനിമാ അനുഭവങ്ങളിലേക്ക് സ്വാഗതം. ദേശാടനത്തിൻ്റെ മൂന്നാമത്തെ അനുഭവമാണ് പറയാൻ പോകുന്നത്. ഇത് സിനിമയും അതിലഭിനയിച്ച വളരെ ചെറുപ്രായത്തിൽ തന്നെ സന്യാസിയായി മാറേണ്ടി വന്ന കുട്ടിയുടെ മാനസികാവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. മാസ്റ്റർ കുമാർ എന്നാണ് ആ കുട്ടിയുടെ പേര്. കാലങ്ങൾക്ക് മുൻപ് എൻ്റെ കുടുംബസമേതം, എൻ്റെ 4ാമത്തെ സിനിമയാണ് കുടുംബസമേതം. കുടുംബസമേതത്തിൽ ഞാൻ മദ്രാസിൽ അതിൻ്റെ കമ്പോസിങ്ങൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഒരു ദിവസം മൈലാപ്പൂർ അമ്പലത്തിലേക്ക് ബി ലെനിൻ, എഡിറ്റർ ലെനിൻ എപ്പോഴും പോകാറുണ്ട്. അവിടെ കർപ്പകാമ്പാൾ എന്നൊരു ടീ സ്റ്റാളുണ്ട്. അതിന് മുന്നിൽ നല്ല രസമുള്ള അവിടുത്തെ ലഘുഭക്ഷണം അതൊക്കെ അനുഭവിച്ച് അമ്പലത്തിൻ്റെ ആംബിയൻസൊക്കെ ഇങ്ങനെ നോക്കി വന്നപ്പോൾ അതിൽ അഭിനയിക്കാനായിട്ട്, കുടുംബസമേതത്തിൽ അഭിനയിക്കാനൊരു കഥാപാത്രം വേണം. അത് ലെൻ സാറ് പറഞ്ഞു, നമുക്കൊരു ബാല സാറുണ്ട്, അവിടെ നാടകങ്ങളിലൊക്കെ അഭിനയിക്കുന്നതാണ്, സീരിയലിനൊക്കെ സ്ക്രിപ്റ്റ് എഴുതുന്നൊരു ബാല സാറുണ്ട്. ബാല സാറിനെ ഒന്ന് ചോദിച്ചു നോക്കാം, ഉണ്ട്, നല്ലതാണ്. കാരണം തിരുവയ്യാർ ത്യാഗരാജ ആരാധനയ്ക്ക് പോകുന്ന സമയത്ത് അവിടെ വെച്ച് കാണുന്ന ഒരു സന്യാസിയാണ് ബാല സാറിൻ്റെ കഥാപാത്രം. അപ്പോൾ അങ്ങനെ ബാലസാറിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. ബാലസാറ് കോഫി, ഈ തമിഴ് ബ്രാഹ്മൺസിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ കിട്ടുന്ന ഫിൽട്ടർ കോഫി അതൊക്കെ തന്നു. അതൊക്കെ കുടിച്ചുകൊണ്ടിരുന്ന് കഥാപാത്രത്തെ പറ്റി പറഞ്ഞ് അദ്ദേഹത്തിന് ഇഷ്ടമായി അഭിനയിക്കാൻ വരാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ നോക്കുമ്പോൾ അവിടെ ദൂരെ ഒരു ബാൽക്കണിയിൽ ഒരു കൊച്ചുകുട്ടി ഒരു തോർത്തെടുത്ത് ഗായത്രി ജപിക്കുന്നു സന്ധ്യാസമയം. അത് ഞാൻ ശ്രദ്ധിച്ചു. അതൊരു സിനിമയായിട്ട് എനിക്ക് തോന്നി. എത്രയോ കാലങ്ങൾക്ക് മുൻപാണ്, ദേശാടനത്തിന് ഒരുപാട് മുൻപാണ്. അത്രേ തോന്നിയുള്ളൂ. ഒരു സിനിമയാണല്ലോ. ആ കുട്ടി ആ തുളസിത്തറയുടെ അടുത്ത് ഒരു ബാൽക്കണിയിലിരുന്നിട്ട് ജപിക്കുന്നു. അവൻ്റെ നിഷ്കളങ്കമായ മുഖം ഞാൻ ശ്രദ്ധിച്ചു. അത് കഴിഞ്ഞ് കാലങ്ങൾക്ക് ശേഷമാണ്, എൻ്റെ 10ാമത്തെ സിനിമയാണ് ദേശാടനം. അപ്പോൾ ഇതിൻ്റെ കാസ്റ്റിങ്ങിൻ്റെ സമയത്ത് ഞാൻ ലെൻ സാറിനോട് ചോദിച്ചു, സാർ നമുക്കൊരു പയ്യൻ വേണം, ഇതുപോലെ ഇങ്ങനൊരു മഠാധിപതിയായി പോകേണ്ട കുട്ടിയാണ്, നല്ല ഗ്രേസുള്ള മുഖം വേണം, കുട്ടിത്വം വേണം. അപ്പോൾ സാറിങ്ങനെ ആലോചിച്ച് പറഞ്ഞു, ഇങ്ങനെ ബാല സാറിൻ്റെ മോനെ ഓർമ്മയുണ്ടോ? അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് ആ മൈലാപ്പൂർ അമ്പലവും കർപ്പകാമ്പാൾ ടീ ഷോപ്പും ആ ബാല സാറിൻ്റെ വീടും ബാൽക്കണിയിൽ നിന്ന് ജപിക്കുന്ന കുട്ടിയെ ഓർമ്മ വന്നു. എന്തൊരു കോയിൻസിഡൻസാണ്. ഞാൻ പറഞ്ഞു, ഓർമ്മയുണ്ട്, അവൻ വലുതായി കാണും. അപ്പം ഇല്ല, വലിയ മാറ്റമൊന്നുമില്ല, നോക്കാം. അങ്ങനെ അവനെ കാണാൻ പോകുന്നു. അവന് വലിയ മാറ്റമില്ല, കുറച്ച് ഉയരം കൂടിയിട്ടുണ്ട്. എൻ്റെ മനസ്സിലുള്ള കുട്ടിയേക്കാൾ കുറച്ച് ഉയരം കൂടുതൽ, പക്ഷേ അവൻ്റെ മുഖം സുന്ദരമാണ്. അങ്ങനെ അവനെ ക്ഷണിക്കുന്നു. മാസ്റ്റർ കുമാർ അഭിനയിക്കാൻ വേണ്ടി വരുന്നു. ഒരു നിയോഗം പോലെയാണ് കുമാർ വരുന്നത്. അങ്ങനെ ഈ സിനിമയുടെ ഭാഗമാകുന്നു. അവനറിയാതെ അവൻ്റെ മുടി വെട്ടുന്നു. അവൻ സന്യാസത്തിൻ്റെ ഓരോ ക്രിയകളിലേക്കും പോകുന്നു. അപ്പോൾ അങ്ങനെ ജീവിച്ചിരിക്കുന്ന അച്ഛനും അമ്മയ്ക്കും മരിച്ചുപോയ മറ്റ് പൂർവികന്മാർക്കും എല്ലാം പിണ്ടം വെച്ച്, അവസാന ആത്മപിണ്ടവും വെച്ച്, ഞാനും മരിച്ചു എന്ന് വിചാരിച്ച് പിണ്ടം വെച്ച് വേണം സന്യസിക്കാൻ പോകാൻ. ഇതിൻ്റെ ക്രിയ മുഴുവൻ ചെയ്യിക്കുന്നത് നാറാത്ത് നാരായണൻ നമ്പൂതിരിയാണ്. അദ്ദേഹവും ഇന്ന് ജീവിച്ചിരിപ്പില്ല, പക്ഷേ എല്ലാം വ്യക്തമായിട്ട് അദ്ദേഹത്തിന് അറിയാം. അപ്പം അതിങ്ങനെ ആ കർമ്മം നടന്നുകൊണ്ടിരിക്കുന്നു. കുട്ടി അച്ഛനെ മനസ്സിൽ വിചാരിച്ച്, അച്ഛൻ മരിച്ചു, അച്ഛന് വേണ്ടി കർമ്മം ചെയ്യുക. അപ്പോൾ കുട്ടി, എൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട്, മരിച്ചു എന്ന് വിചാരിച്ച് ചെയ്യുക. അമ്മ മരിച്ചു എന്ന് വിചാരിച്ച് പിണ്ടം വെക്കുക. ഇവനിങ്ങനെ കരയുകയാണ്. ഈ സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഈ കർമ്മങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന, ഇത് അഭിനയിക്കുകയാണെന്ന് അറിയാവുന്ന നാറാത്ത് നാരായണൻ നമ്പൂതിരി കണ്ണ് ഉറയ്ക്കുകയാണ്. ആ സിനിമ കണ്ടാൽ അറിയാം, അദ്ദേഹവും കരയുകയാണ്. അത് നാച്ചുറലായിട്ടുള്ള ഇതിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ഒരു സത്യം നമ്മളവിടെ അറിയുകയാണ്. ആ വേദന നമ്മൾ ഉൾക്കൊള്ളുകയാണ്. ഈ ഷൂട്ട് ചെയ്യുമ്പോഴും നമ്മൾ അനുഭവിക്കുകയാണ് അതിൻ്റെ വേദന. അങ്ങനെ അത് എല്ലാം കഴിഞ്ഞ് അവൻ സന്യാസിയായി മാറിക്കഴിഞ്ഞു. ആദ്യമായിട്ട് എന്താണ് ക്ഷാരകൾക്ക് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്കെൻ്റെ അമ്മയെ കാണണം എന്ന് പറയും. ആദ്യത്തെ ഭിക്ഷയ്ക്ക് വേണ്ടി അമ്മയുടെ അടുത്ത് വരികയാണ്. അമ്മയിൽ നിന്ന് ഭിക്ഷ വാങ്ങി കഴിഞ്ഞപ്പോൾ അമ്മ
സ്വന്തം മകൻ്റെ കാൽക്കൽ വീണ് നമസ്കരിക്കുന്നു, അച്ഛൻ നമസ്കരിക്കുന്നു, മുത്തശ്ശൻ നമസ്കരിക്കുന്നു. ഇതെല്ലാം കണ്ട് അന്തം വിട്ട് ആ കുട്ടിയുടെ നമ്മളെല്ലാം കണ്ണു നിറയുന്ന മുഹൂർത്തമാണ്. അവൻ്റെ കളിക്കൂട്ടുകാരി അവനൊരപ്പം അവളുടെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ അവൾ 2 കൈയും നീട്ടി ഒരു ഭിക്ഷ പോലെ സ്വീകരിക്കും. ഇതെല്ലാം അവനിലേക്കും അറിയാതെ ഉണ്ടാകുന്ന വലിയൊരു വികാരത്തിൻ്റെ ഒരു പ്രവാഹം തന്നെയാണ്. ആ കുട്ടി കുമാർ കുറേശ്ശെ അവനും മാറിത്തുടങ്ങിയിരിക്കുന്നു. എന്തൊക്കെയോ അവനിൽ സംഭവിക്കുന്നു. അവസാന രംഗം, കുട്ടി മഠത്തിൽ നിന്ന് ചാടി രക്ഷപ്പെട്ട് വീട്ടിലേക്ക് വരുവാണ്. മുത്തശ്ശ, ഞാൻ തിരിച്ചു വന്നു, ആരും അറിയാതെ പോകുന്നതാണ്, ഞാൻ ഇനി എങ്ങും പോകുന്നില്ല. അച്ഛൻ വന്നു. അച്ഛൻ പറഞ്ഞു, മോനെ നീ തിരിച്ചു പോ, നീ ഇനി ഞങ്ങളുടെ മകനല്ല, നീ സന്യാസിയാണ്, നിനക്ക് വീടില്ല, അച്ഛനില്ല, അമ്മയില്ല, ആരുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ് ഇവൻ്റെ മുഖത്തുണ്ടായ ഭാവമാറ്റം, തിരിഞ്ഞ് ഓടുന്നതാണ് ഷോട്ട്. ഞാൻ കുമാറെ തിരിഞ്ഞ് ഓടണം എന്ന് പറഞ്ഞിരുന്നു. കുമാർ ഓടുകയാണ് ഇങ്ങനെ ഓടി ക്യാമറ അവൻ കണ്ണിൽ നിന്നും മറഞ്ഞു, ക്യാമറ കട്ട് ചെയ്തു. പക്ഷെ അവനെ കാണുന്നില്ല. ഞങ്ങൾക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. പിന്നെ കുറേ പ്രൊഡക്ഷൻ പോയി മറ്റവരൊക്കെ വിട്ട് അവനെ വിളിപ്പിക്കാൻ നമുക്ക് ദൂരെ എവിടെയോ അവൻ ഏതോ ഒരു വിജനതയിൽ നിന്ന് തേങ്ങിക്കരയുകയാണ്. കാരണം അവൻ അനുഭവിച്ച ഈ കഥാപാത്രം അവനായി മാറി, അല്ലെങ്കിൽ ആ ഒരു വല്ലാത്തൊരു വൈകാരിക ഒരു മനസ്സിൽ കൂടെ അവന് കടന്നു പോവുകയാണത്. വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത് പോലെ തന്നെ തോന്നുകയാണ് അവനെ എല്ലാവരും ഉപേക്ഷിക്കുന്നതായിട്ട് അവന് തോന്നുകയാണ്. അവൻ ഓടി യഥാർത്ഥത്തിലുള്ള ഓട്ടമായിരുന്നു. ഓടിപ്പോയി എവിടെയോ വീണ് കിടന്ന് കരയുന്നു. പിന്നെ തിരിച്ചു വിളിച്ചുകൊണ്ട് വന്ന് അവനെ എല്ലാവരും ആശ്വസിപ്പിച്ചു. അവൻ്റെ മുഖത്ത് പിന്നെ ചിരി കണ്ടില്ല ഞാൻ. പിന്നെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഞാനൊരു വലിയ യുവാവിനെ കാണുകയാണ്, ഡോക്ടറായ കുമാറിനെ കാണുകയാണ്. അമൃത ഹോസ്പിറ്റലിൽ MBBS കഴിഞ്ഞ് അവിടെ ഹൗസ് സർജൻസിക്ക് വന്നപ്പോൾ ഞാൻ കണ്ടു. അപ്പോഴും എൻ്റെ മനസ്സിൽ ആ ബാലനാണ്, കൊച്ചുകുട്ടിയാണ്. കുമാർ ശാരീരികമായി വളർന്നു, ഡോക്ടറായി, ഇന്ന് അമേരിക്കയിൽ എവിടെയാണ്. പക്ഷേ എൻ്റെ മനസ്സിൽ നിന്നും ആ കൊച്ചുകുട്ടി അറിയാതെ സന്യാസിക്ക് വീടില്ല, അച്ഛനും അമ്മയില്ല, ആരുമില്ല എന്ന് പറഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് ഓടിപ്പോയ ആ കുട്ടിയുടെ മുഖമാണ് എൻ്റെ മനസ്സിൽ നിൽക്കുന്നത്. സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്തും ഓർക്കുമ്പോഴും നമ്മളുടെ മനസ്സിലൊരു വേദനയായിട്ട് നിൽക്കും ചില കാര്യങ്ങൾ. അങ്ങനെ ഓർമ്മയായിട്ട് നിൽക്കുന്ന ഈ അനുഭവം എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും മറക്കാൻ കഴിയുമെന്ന്.